إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മുസ്ലിം സമുദായം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഒരു പരീക്ഷണ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾക്ക് പ്രശസ്തനാകാൻ ഇസ്ലാമിനെ 4 ചീത്ത പറഞ്ഞാൽ മതി. ഒരു സമ്പന്നൻ അറിയപ്പെടാൻ ഇസ്ലാമിനെ 4 ചീത്ത പറഞ്ഞാൽ മതി. ഒരു സിനിമാ നടൻ, അയാൾ ഇറക്കുന്ന സിനിമ ജനങ്ങൾ കൂടുതൽ കാണാൻ ഇസ്ലാമിനെ ചീത്ത പറയുന്നു എന്നറിഞ്ഞാൽ മതി. മുസ്ലിം സമുദായത്തെ പറ്റി വിമർശനാത്മകമായി ആരെന്ത് പറഞ്ഞാലും അവർക്കെല്ലാം വളരെ അധികം പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, സമുദായത്തെ ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇപ്പോൾ കാണുന്നത്. ആ ഭാഗത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറ അൽ മുംതഹനയിലെ 5-ാമത്തെ ആയത്ത് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തതും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളും അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനകളിലെ ഒരു പ്രാർത്ഥനയാണത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾക്ക്, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾക്ക് പരീക്ഷിക്കാനുള്ള പരീക്ഷണ പാത്രമാക്കല്ലേ അല്ലാ ഞങ്ങളെ. വല്ലാത്തൊരു വാക്കാണത്. അവർക്ക് പരീക്ഷിക്കാൻ ഞങ്ങളെ നീ പരീക്ഷണ പാത്രമാക്കല്ലേ അല്ലാ. എന്തുകൊണ്ടാ മുസ്ലിം സമുദായം ഇങ്ങനെ പരീക്ഷണപാത്രമായി മാറുന്നത്?
ആർക്കും വന്ന് എപ്പോഴും കൊട്ടിപ്പോകാൻ പറ്റുന്ന ഒരു ചെണ്ടയായി മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദർശ വിഷയത്തിൽ നമ്മുടെ നിലപാടുകൾ കൃത്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശക്തമായ നിലപാട് കൈക്കൊള്ളാൻ മുസ്ലിം സമുദായത്തിലെ എല്ലാ അംഗങ്ങളും തയ്യാറാകുന്നില്ല. ആദർശപരമായ കണിശിത നമുക്ക് പല ആളുകൾക്കും ഇല്ലാതെയായി മാറി എന്നുള്ളതാണ്. നമ്മുടെ ഈ ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ കൗതുകമുള്ളതും എന്നാൽ ഏറെ ആശങ്കയുള്ളതുമായ ഒരു സംഭവം ഈ അടുത്ത ദിവസം എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. മുസ്ലിമീങ്ങൾ, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ യുപിയിൽ കഴിഞ്ഞ ഇലക്ഷൻ ദിവസത്തിൽ അജ്മീർ ദർഗയിലേക്ക് സൗജന്യ സന്ദർശനത്തിനായി അവിടെയുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടി 50ഓളം ബസ്സുകൾ ഏർപ്പെടുത്തി കൊടുത്തു. അത് അവര് നന്നായി സിയാറത്ത് ചെയ്ത് പുണ്യം നേടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണോ? അല്ല. നമ്മൾ സംഘടിതമാകേണ്ടടുത്ത് സംഘടിതമാകാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കൃത്യമായിട്ടറിയാം. അതിനവർ തയ്യാറാക്കി വെക്കുന്ന കെണികളിൽ പോയി വീഴാൻ മുസ്ലിം സമുദായത്തിന് കഴിയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ആദർശപരമായ കൃത്യത മുസ്ലിം സമുദായത്തിന് ഇല്ലാത്തത് കൊണ്ടാണ്. ആ കൃത്യതയെ നശിപ്പിക്കാനും നമ്മുടെ സംഘടിത ബോധത്തെ ഇല്ലാതാക്കുവാനും ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ പല പേരിലുമുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലുണ്ട്, കൊടിയുടെ പേരിലുണ്ട്, സംഘടനയുടെ പേരിലുണ്ട്, മതങ്ങളുടെ പേരിലുണ്ട്. അവർ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ മുഅ്മിനീങ്ങൾ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ ഉള്ളവരായി തീരണം എന്നുള്ളത് ഉണർത്തുന്നത്. അതിന് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. നമ്മൾ ആരാണ്? നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹജ്ജിൽ 78ാമത്തെ ആയത്തിൽ അത് കൃത്യമായി അല്ലാഹു പറയുന്നുണ്ട്. ഇത് ഹജ്ജ് മാസമായതുകൊണ്ടും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രവും അദ്ദേഹത്തിന്റെ ആദർശ കൃത്യതയും പറയേണ്ടുന്ന ഒരു സാഹചര്യമായതുകൊണ്ടും ഞാനത് ഓരോന്നെണ്ണി പറഞ്ഞു തരാം. അല്ലാഹു പറഞ്ഞു, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ വിഷയത്തിൽ വ്യക്തമായ സമരജ്വാല ഉള്ളവരായി തീരണം. കൃത്യമായ നിലപാടുള്ളവരാകണം. അള്ളാഹിന്റെ വിഷയത്തിൽ ഉണ്ടോ നമുക്ക്? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ വ്യക്തമായ നിലപാടുണ്ട്? ഹുവജ്തബാക്കും, ഈ ദീനിൽ അള്ളാഹുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങളെ ഈ ദീനിന്റെ ആളുകളാക്കിയത്, ഇസ്ലാമിന്റെ ആളുകളാക്കിയത് അള്ളാഹുവാണ്. അതല്ലാതെ ഇവിടുത്തെ സംഘടനകളോ പാർട്ടിക്കാരോ കൊടിയോ നിറമോ ഒന്നുമല്ല. അള്ളാഹുവാണ് നമ്മളെ ഈ ദീനിൽ തെരഞ്ഞെടുത്തത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ദീനിന്റെ വിഷയത്തിൽ ഒരു പ്രയാസവും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. മുഅ്മിനീങ്ങളാണോ നമ്മൾ? നമുക്ക് ദീനിന്റെ വിഷയത്തിൽ ഒരു പ്രയാസവും ഇല്ല. ദീൻ പ്രയാസമുള്ളതല്ല. നമ്മുടെ നിലപാടെന്താണ്? മില്ലത്ത അബീക്കും ഇബ്രാഹിമ. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ആ മാർഗം ഏതാണോ അതാണ് നമ്മുടെ നിലപാട്. ഇബ്രാഹിം നബി ഏത് നിലപാട് സ്വീകരിച്ചോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. അല്ലാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന പേര് തന്നത്. അല്ലാതെ ഇവിടുത്തെ രാജ്യമോ രാഷ്ട്രമോ ജനങ്ങളോ അല്ല നമുക്ക് മുസ്ലിം എന്ന പേര് തന്നത്. മിൻ ഖബൽ, മുമ്പേ അല്ലാഹു നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് തന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമല്ലല്ലോ മുസ്ലിം എന്ന പേര്. ലോകത്ത് കഴിഞ്ഞു പോയ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാഹകരായ എല്ലാ ആളുകളും അവരെല്ലാം മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ആദർശത്തിന്റെ വിഷയത്തിൽ വഫീ ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, റസൂൽ നിങ്ങൾക്ക് സാക്ഷികളായിരിക്കും. നിങ്ങളോ
വതകൂനു ശുഹദാ അലന്നാസ്, ഇവിടെയുള്ള ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാണ്. റസൂൽ നമുക്ക് സാക്ഷി, നമ്മൾ ഈ ജനങ്ങൾക്ക് സാക്ഷി. അതുകൊണ്ട് നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നിർവഹിക്കുകയും ചെയ്യൂ. കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു വഅ്തസിമു ബില്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യും. ഇവിടെ 5 കാര്യങ്ങൾ അള്ളാഹു നമ്മൾ ആരാണെന്ന് വ്യക്തമാക്കി പറഞ്ഞു. ഒന്നാമത് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവാണ് നമ്മെ ദീനിൽ തെരഞ്ഞെടുത്തത് എന്നുള്ളത്. ഞാനും നിങ്ങളും മുസ്ലിമായത് നമ്മളുടെ പവർ കൊണ്ടല്ല, മുസ്ലിമായ മാതാപിതാക്കൾ ജനിച്ചു എന്നുള്ളത് കൊണ്ടും മാത്രമല്ല, മറിച്ച് അള്ളാഹുവാണ് നമ്മളെ തെരഞ്ഞെടുത്തത് ഈ ദീനിൽ. ഈ ദീനിൽ പ്രയാസമുണ്ട് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ തട്ടിവിടുന്നതാണ്. അത് ഏറ്റുപിടിക്കാൻ തട്ടമിട്ട മക്കൾ പുറകെ കൂടി എന്ന് മാത്രം. ഇസ്ലാമിൽ ഒരു പ്രയാസവും ഇല്ല, ഒരു ഇബാദത്തുകളും പ്രയാസമുള്ളതല്ല, ഒരു ആരാധനാ കർമ്മങ്ങളിലും ഇസ്ലാം പ്രയാസം വെച്ചിട്ടില്ല. നമ്മുടെ മാർഗം ഇബ്രാഹിം നബിയുടെ മാർഗമാണ്. എന്തുകൊണ്ട് നമ്മുടെ മാർഗം മുഹമ്മദ് നബിയുടെ മാർഗമാണെന്ന് പറഞ്ഞില്ല? നമ്മൾ അടിവരയിടണം. നമ്മളൊരു പുതിയ ആദർശക്കാരല്ല എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. കാരണം ലോകത്തുള്ള മതങ്ങളിൽ ഭൂരിപക്ഷം മതങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ജൂതമതമായാലും ക്രൈസ്തവ മതമായാലും ഒരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ സംസ്കാരമാണെങ്കിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നു. ആ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇബ്രാഹിം നബിയുടെ പേര് വെച്ചുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ്. നിങ്ങൾക്ക് പേര് വെച്ചവൻ അള്ളാഹുവാണ്, നിങ്ങളുടെ സാക്ഷി മുഹമ്മദ് നബിയാണ്, ഈ ജനങ്ങളുടെ സാക്ഷി നിങ്ങളാണ്. 6 കാര്യങ്ങൾ അല്ലാഹു ആയത്തിൽ നമ്മൾ ആരാണെന്ന് വ്യക്തമാക്കി പറഞ്ഞു. 3 കാര്യങ്ങൾ നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചുമതലകൾ എന്താണെന്ന് വ്യക്തമാക്കി അല്ലാഹു തആല. അതിൽ ഒന്നാമത് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ വിഷയത്തിൽ വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി, അല്ലാഹുവിന്റെ വിഷയത്തിൽ ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കണം. നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അല്ലാഹുവിനെ മുറുകെ പിടിക്കണം. അല്ലാഹുവിനെ മുറുകെ പിടിക്കാതെ പോയി, ഈ തിരിച്ചറിവ് നമുക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് അവിശ്വാസികൾക്ക് നമ്മൾ പരീക്ഷണ പാത്രമാകാനുള്ള പ്രധാനമായ കാരണം. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച ആദർശപരമായ നിലപാടുകളെ ചൂണ്ടിക്കൊണ്ട് അന്ത്യനാൾ വരെ വരുന്ന ജനങ്ങളോട് അള്ളാഹു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ മുംതഹനയിലെ 4-ാമത്തെ ആയത്ത്. ആദ്യം ഓതിയത് മുംതഹനയിലെ എത്രാമത്തെ ആയത്താ? 5-ാമത്തെ ആയത്ത്. ആ 5-ാമത്തെ ആയത്തിന്റെ മുമ്പായി അള്ളാഹു പറയുകയാണ് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ, ഇബ്രാഹീമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഏതാ മാതൃക? ആദർശത്തിന്റെ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് അവിടെയാണ് അള്ളാഹു പറയുന്നത്. എന്താണ് ഇത്? ഖാലൂ ലിഖൗമിഹിം, ഇബ്രാഹിം നബിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ആ ജനതയോട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, നിങ്ങളുമായി ഒരു തരത്തിലും ബന്ധമില്ല. ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മുഅ്മിനീങ്ങൾക്ക് ഒരു തരത്തിലും സന്ധിയില്ല. അത് നമ്മൾ കുപ്പായമിട്ട് നടക്കണ്ട. ആരെയാണ് നമ്മൾ ഈ സോപ്പിടുന്നത്? ആരെയാണ് നാം ഈ പതപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? നമ്മെ കൊല്ലാൻ നടക്കുന്ന ആളുകൾ, നമ്മെ ഉന്മൂലനാശം വരുത്താൻ നടക്കുന്ന ആളുകൾ, പിറന്ന മണ്ണിൽ നിന്നും നമ്മളെ അടിച്ചിറക്കാൻ നടക്കുന്ന ആളുകൾ, അവർക്ക് പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ട് അവരെ സൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. ഇബ്രാഹിം നബി പറഞ്ഞു ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങൾ ഒഴിവാണ് നിങ്ങളിൽ നിന്ന്. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഉ അബദാ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള ശത്രുത എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും. ഇതാര് പറഞ്ഞതാ? നമ്മുടെ ആദർശത്തിന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാ. ഇനി ആ ശത്രുത ഇല്ലാതെയാക്കാൻ വേണ്ടി ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ പോയി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പോയി വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് വേണ്ടി കസേര വെച്ചു കൊടുത്ത കാര്യമുണ്ടോ? ഇല്ല. നമ്മെ നശിപ്പിക്കാൻ, നമ്മുടെ ആദർശത്തെ ഇല്ലാതെയാക്കാൻ, നമ്മുടെ ആദർശത്തിന് വെള്ളം ചേർക്കാൻ, നമ്മളെ അപമാനിക്കാൻ നടക്കുന്ന മുഴുവൻ രാഷ്ട്രീയ സംഘടനകൾ, ആദർശങ്ങൾ, മതങ്ങൾ, അവരാര് തന്നെയാണെങ്കിലും അവരുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതിന് നമ്മൾ എന്ത് വേണം? ആദ്യം നമ്മുടെ ആദർശത്തെ സ്നേഹിക്കണം. നമ്മുടെ ആദർശത്തോട് നമുക്ക് സ്നേഹമുണ്ടാകണം. നമ്മുടെ ആദർശമുള്ളവരോടും നമുക്ക് സ്നേഹം ഉണ്ടാകണം. അതല്ലാതെ ആദർശമില്ലാത്തവനോട് അവന്റെ തോളിൽ കൈയിട്ട് നടന്ന് അവൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞു നടക്കുന്നു, ആദർശമുള്ളവരെ അകറ്റുന്നു എങ്കിൽ മനസ്സിലാക്കണം, അത് നമുക്ക് പറ്റിയ പണിയല്ല. ആരൊക്കെ മുഅ്മിനാണോ, ഒരു കാര്യം അടിവരിട്ട് മനസ്സിലാക്കുക, ആരൊക്കെ ഞാൻ മുഅ്മിനാണെന്ന് പറയുന്നോ ആ മുഅ്മിനാണെന്ന് പറയുന്നവന് ഒരിക്കലും ഈ ഈമാനിനെ നശിപ്പിക്കാൻ നടക്കുന്നവരുമായി സ്നേഹബന്ധത്തിലാകാൻ കഴിയില്ല. അതിനി എന്തർത്ഥം വെച്ചാലും കുഴപ്പമില്ല, കഴിയില്ല. എന്റെ കൽബിൽ ഈമാനുണ്ട്, ഞാൻ മുഅ്മിനാണ്, എന്നിട്ട് ഈമാനിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായി രമ്യതയിലാണ് ഞാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയിലാണ് ഞാൻ ആ പാർട്ടി വിടൂല. കാരണം എനിക്ക് ഈമാനുണ്ട്, ഞാൻ മുഅ്മിനാണ്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എന്റെ പാർട്ടി അതാണ് എന്ന് പറയുന്നവനെ പറ്റി ഖുർആൻ പറയുന്നു, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ഉള്ളിലും അല്ലാഹു തആല 2 ഹൃദയം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയം എല്ലാവർക്കും ഉള്ളൂ. അത് ഏത് ഹൃദയ? ഈമാന്റെ ഹൃദയമായിരിക്കും, അല്ലെങ്കിൽ കുഫറിന്റെ ഹൃദയമായിരിക്കും. ഈമാനും ഉണ്ട്, കുഫറിന്റെ ആൾക്കാരുമായി ഞാൻ സന്ധിയിലുമാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കണ്ട. കാരണം ആദർശം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിബന്ധങ്ങൾ അല്ല. ആദർശം എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ബന്ധമാണ് ആദർശബന്ധം. വിശുദ്ധ ഖുർആനിൽ ആ ആദർശ ബന്ധത്തെ പറ്റി പറയുന്നുണ്ട് അല്ലാഹു തആല. അത് സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും നമുക്കൊക്കെ ആ വീര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വീര്യം എവിടെയാണ്? സ്വന്തം മാതാപിതാക്കളുടെ വിഷയത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, അവർ എന്തു പറഞ്ഞാലും നീ സ്വീകരിക്കണം. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്നൊരു വാക്ക് പോലും ഉപ്പയോടും ഉമ്മയോടും പറയരുത്. അത്രയധികം ബന്ധമാണ്. അല്ലാഹുവുമായിട്ടുള്ള ഹക്ക് കഴിഞ്ഞിട്ട്, ബാധ്യത കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് ഭൂമിയിലെ ബാധ്യത തുടങ്ങുന്നത് മാതാപിതാക്കളിലാണ്. ശക്തമായ ബന്ധമാണ് മാതാപിതാക്കളുമായി. ആ വിഷയത്തിൽ അല്ലാഹു ആദർശത്തെ ചേർത്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞു. മാഷാ അല്ലാഹ്, ആ വാക്കിന്റെ ഗൗരവം നമ്മൾ അറിയണം. വഇൻ ജാഹദാക ലിതുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ, അവർ നിന്നോട് നിർബന്ധിക്കുകയാണ് നിനക്കറിവില്ലാത്ത കാര്യം, അതായത് എനിക്ക് ശിർക്ക് ചെയ്യണം, ആദർശത്തിൽ വെള്ളം ചേർക്കണമെന്ന് നിന്റെ വാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ ഫലാ തുതിഉഹുമാ, അത് നീ അനുസരിക്കണ്ട. അപ്പൊ പറ, മാതാപിതാക്കളോടുള്ള ബന്ധമാണോ ശക്തം? ആദർശ ബന്ധമാണോ ശക്തം? ആദർശ ബന്ധമാണ് ശക്തം. പക്ഷേ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഭൂമിയിൽ ദുനിയാവിൽ അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം. വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, അവരോട് നല്ല രീതിയിൽ വർത്തിക്കുകയും എന്നിലേക്ക് അടുത്ത ആളുകളുണ്ട്, എന്നിലേക്ക് ചാഞ്ഞ ആളുകൾ, അവരെ നീ പിൻപറ്റുകയും ചെയ്യണം. ഒരിക്കലും ആദർശം സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ പോലും പണയം വെക്കരുത്. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാലോ. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ തൂഫാൻ, പ്രളയം, ആ പ്രളയത്തിന്റെ സമയത്ത് വനാദാ നൂഹ് ഇബ്നഹു, നൂഹിന്റെ മകനുണ്ട്, പ്രവാചകന്റെ മകനാ, നബിയുടെ മകനാ. ആ നബിയുടെ മകൻ ഈ ദീനിനെ തകർക്കാൻ കുഫ്രിയത്തുമായി കൂട്ടുകൂടിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ആളാ. തൂഫാൻ വന്നപ്പോ മകൻ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന രംഗം കണ്ടപ്പോ നൂഹ് അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യ റകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ, പൊന്നു മോനെ, എന്റെ കൂടെ ഈ കപ്പലിൽ കയറിക്കോളൂ, നീ കാഫിറുകളുടെ കൂട്ടത്തിൽ പോയി പെടല്ലേ മോനെ. മകൻ പറഞ്ഞ മറുപടി എന്താ? സആവീല ജബലിൻ യഅ്സുമുനി മിനൽ മാ, എനിക്ക് നല്ലൊരു മല കിട്ടും, ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയാൽ എനിക്ക് ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാഹു പറഞ്ഞത് എന്താ? നൂഹ് അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ,
ഈ ദിവസം നിന്നെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാകൂല. സ്വന്തം മാതാപിതാക്കൾ അവർ വിശ്വസിക്കുന്ന ആദർശത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ നിരീശ്വര നിർമ്മത ആദർശങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ട മക്കൾ മനസ്സിലാക്കണം, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ച് മുമ്പിൽ നടക്കാൻ അവരുണ്ടെങ്കിൽ അത് ഇന്നേ ഉള്ളൂ, നാളെ ഉണ്ടാവൂല, രക്ഷപ്പെടുത്താൻ കഴിയില്ല. വലിയ സംഭവമാണത്. ഞാനത് ചുരുക്കി പറയുകയാണ്. ഒടുവിൽ അയാൾ മുങ്ങി മരണപ്പെട്ടു. ഒരു ചുഴിയിൽപ്പെട്ട് മുങ്ങി മരിച്ചു. ഖുർആൻ പറയുന്നുണ്ടത്. നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു. അല്ലാഹു തആല ഭൂമിയോട് പറഞ്ഞു, യാ അർദു ബലഇ മാഅകി, ഭൂമി ഇനി നിന്റെ വെള്ളത്തെ വിഴുങ്ങൂ, മതിയാക്കൂ. വയാ സമാഉ അഖ്ലിഇ, ആകാശമേ നിന്റെ മഴയുടെ ഈ പെയ്ത്ത് നീ അവസാനിപ്പിക്കൂ. വെള്ളം വറ്റൂ എന്ന് പറഞ്ഞപ്പോൾ വെള്ളം വറ്റി, പ്രളയം അവസാനിച്ചു. നൂഹ് അലൈഹിസ്സലാം സങ്കടത്തോടെ അല്ലാഹുവോട് പറഞ്ഞു, വനാദാ നൂഹുൻ റബ്ബഹു, നൂഹ് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഫഖാല റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഇബ്നി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ, നീ പറഞ്ഞതല്ലേ എന്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന്. വഇന്ന വഅദകൽ ഹഖ്, നിന്റെ വാഗ്ദാനം സത്യമല്ലേ, എന്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന് നീ എനിക്ക് വാഗ്ദാനം ചെയ്തതാ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ. ഇതിന് അല്ലാഹ് കൊടുത്ത മറുപടി, ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾ ഈമാനിന്റെ കണിക ഖൽബിന്റെ അകത്തുണ്ട് എങ്കിൽ വ്യക്തമായി മനസ്സിലാക്കണം. അല്ലാഹ് ഒരു മറുപടി കൊടുത്തു. അല്ലാഹ് പറഞ്ഞു, യാ നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല. സ്വന്തം രക്തത്തിൽ പിറന്ന മോനെ പറ്റിയാണ് ഖുർആൻ ആ വാക്ക് പറഞ്ഞത്. അപ്പൊ മുഅ്മിനിന്റെ കുടുംബം ആരാ? മുഅ്മിനിന്റെ കുടുംബം ആദർശമുള്ളവരാണ്. മുഅ്മിനിന്റെ കുടുംബം ആദർശത്തിൽ നിൽക്കുന്നവരാണ് നമ്മുടെ കുടുംബം. ഈ ആദർശത്തെ നശിപ്പിക്കുന്നവർ നമ്മുടെ കുടുംബമല്ല. ഈ ആദർശത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരോടൊപ്പം കൊടി പിടിക്കാൻ പോകുന്നവർ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതല്ല. നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നൂഹ് നിന്റെ മോൻ. എന്നിട്ട് പറയുകയാണ്, ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, അവൻ നല്ല പണിയല്ല ചെയ്തത്. അതുകൊണ്ട് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്ത കാര്യം നീ ചോദിച്ചു നടക്കരുത്. നീ ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, ഒരു പ്രവാചകനോടാണ് അല്ലാഹു പറയുന്നത്. ഇന്നി അഇദുക, ഞാൻ നിനക്കൊരു ഉപദേശം തരാം നൂഹേ, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലികളുടെ കൂട്ടത്തിൽ പെടരുത്. എന്താ നൂഹ് നബി അലൈഹി സ്വലാം വിവരക്കേട് പറഞ്ഞത്? ആദർശത്തിൽ പെടാത്ത മകൻ തൻ്റെ കുടുംബമാണ് എന്ന് അല്ലാഹുവോട് പറഞ്ഞു, തൻ്റെ കുടുംബമല്ല. അതുകൊണ്ട് തന്നെ ആദർശമാണ് മുഖ്യ വിഷയം. ഈ ദുൽഹജ്ജ് മാസങ്ങളിൽ നമ്മൾ പ്രവേശിച്ചപ്പോൾ ഈ മാസങ്ങളിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇവിടെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞ വർത്തമാനം, സലാമുൻ അലൈക, അങ്ങോട്ട് സലാം പറഞ്ഞ് ഞാൻ പോവുകയാണ്. നിങ്ങളോട് ഞാൻ വിരക്തി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള സന്ധിയില്ല, ഞാൻ പോവുകയാണ്. ഇനി നമ്മൾ തമ്മിൽ പിതാവ് മകൻ എന്ന ബന്ധം ഇല്ല. അതല്ലേ ഇതിനർത്ഥം? സ്വന്തം ബാപ്പാടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോണത് എന്തിനാ ഇറങ്ങിപ്പോണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാ, ആദർശത്തിന് വേണ്ടിയാ. അതുകൊണ്ട് തന്നെ ആദർശ ബന്ധത്തിന്റെ ശക്തി നാം തിരിച്ചറിയണം. ആ ആദർശ ബന്ധം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ആദർശത്തിൽ കണിശത വേണം, ആദർശത്തിൽ വ്യക്തമായ നിലപാട് വേണം. അഴകൊഴമ്പൻ നിലപാടുകളാണ് ഈ നാം സ്വീകരിക്കുന്നത് എങ്കിൽ ഇത്തവണ യുപിയിൽ 50 ബസ്സുകൾ അജ്മീരിലേക്ക് സിയാറത്തിന് വിട്ടുകൊണ്ട് മുസ്ലിം വോട്ടുകൾ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് പോലെ നമ്മുടെ മുമ്പിലും മുസ്ലിം വോട്ടുകൾ ഇല്ലാതെയാക്കാനും നമ്മളെ ഭിന്നിപ്പിക്കാനും ആളുകൾക്ക് എത്താൻ കഴിയും. നാം കൃത്യമായ ശക്തമായ ആദർശത്തോടു കൂടി മുന്നോട്ട് പോവുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഅഫിയനി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബർറു റഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين
وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെട്ട ചില വ്യക്തികളെ നമ്മൾ താരിഖുകളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മഹാനായ ഉബൈദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം വായിക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ പിതാവുണ്ടായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജറാഹ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാമിനെ ഉന്മൂലനാശം വരുത്തുവാനും ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ്. ബദർ യുദ്ധ സമയത്ത് അബൂ ഉബൈദില്ലാഹ് ഇബ്നു ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ പെടാതെ മാറി നടന്നു. എന്തിനാണെന്ന് വെച്ചാൽ വാപ്പയും മകനും തമ്മിൽ ആയുധമായി കണ്ടുമുട്ടുന്നൊരു സാഹചര്യം ഒഴിവാക്കാനായിരുന്നു. കാരണം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലിരിക്കുന്ന വാള് എങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ജറാഹാണ്. ആ വാള് എങ്ങനെ പയറ്റിയെടുക്കണം, ചുഴറ്റിയെടുക്കണം, അതുകൊണ്ട് എങ്ങനെ ശത്രുവിനെ വെട്ടണമെന്ന് പഠിപ്പിച്ച പിതാവാണ്. ആ പിതാവുമായി ആയുധവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞു മാറി നടന്നു. പക്ഷേ യാദർശികമായി അവർ തമ്മിൽ നേർക്കുനേരെ കണ്ടുമുട്ടി. സ്വന്തം മകനെ വെട്ടി വീഴ്ത്തുന്നതിന് വേണ്ടി, ഏത് വിഷയത്തിലാ? ആദർശത്തിന്റെ വിഷയത്തിലാ. അബ്ദുല്ലാഹി ഇബ്നു ജറാഹിന്റെ ആദർശമല്ല മകൻ എന്നുള്ളത് കൊണ്ട് തന്നെ മകനെ കൊല്ലാനാണ് ഈ മുശ്രിക്കായ വാപ്പ തീരുമാനിച്ചത്. പക്ഷേ ആ യുദ്ധത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വാൾ തലപ്പിൽ അബ്ദുല്ലാഹി ഇബ്നു ജറാഹിന്റെ കഴുത്ത് കുടുങ്ങി. അയാൾ കൊല ചെയ്യപ്പെട്ടു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അന്ന് അവിടെ കൂടിയിരുന്ന ശത്രുക്കൾ വിളിച്ചു വാപ്പാനെ കൊന്ന മകൻ എന്ന് വിളിച്ചു, പരിഹസിച്ചു, അപഹസിച്ചു. ദുഃഖഭാരത്തോടു കൂടിയാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പോയിട്ട് സലാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയപ്പോഴേക്കും വിശുദ്ധ ഖുർആനിലെ അൽ മുജാദല അധ്യായത്തിലെ 22-ാമത്തെ ആയത്ത് ഇറങ്ങി. എന്താ ആയത്ത്? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾ, അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നബിയെ. എങ്ങനെ കാണാൻ കഴിയില്ല? യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മത്സരമായി യുദ്ധം ചെയ്ത് അവരെ കൊല്ലാൻ വരുന്നവരുമായിട്ട് മവദ്ദത്തിലാകാൻ, സ്നേഹബന്ധത്തിലാകാൻ കഴിയില്ല നബിയെ. കഴിയില്ല, ഒരിക്കലും ഒരു മുഅ്മിന് കഴിയില്ല. അത് ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മവദ്ദത്ത് ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ അവരുമായി കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായേക്കാം, ഒരുപക്ഷെ അവരുമായി മറ്റ് സ്നേഹബന്ധങ്ങൾ ഉണ്ടായേക്കാം, അവരുമായി ഒരുമിച്ച് ഇരുന്നേക്കാം, അവരുമായി ഒരുമിച്ച് യാത്ര ചെയ്തേക്കാം. പക്ഷേ വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിച്ച പദം മവദ്ദത്താണ്, ആത്മബന്ധം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊരു ബന്ധം അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലൗകാനു ആബാഅഹും, സ്വന്തം വാപ്പയാണെങ്കിലും, ഔ അബ്നാഅഹും, സ്വന്തം മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, അവർ സ്വന്തം സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറത്തഹും, അവർ സ്വന്തം കുടുംബക്കാരാണെങ്കിലും. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 4നും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സഹോദരനെ കൊന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമ്മാവനെ കൊന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടി നടന്നു, പക്ഷേ കൊന്നില്ല. അതുകൊണ്ട് ആ 4ഉം എടുത്തു പറഞ്ഞു. വാപ്പയാണെങ്കിലും മകനാണെങ്കിലും സഹോദരനാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചു കഴിഞ്ഞവരാണവർ, നിലപാടുള്ള ആളുകളാണെന്ന് അർത്ഥം. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, പ്രത്യേകമായ ഒരു ആത്മാവിനെ കൊണ്ട് അല്ലാഹു അവർക്ക് ശക്തി കൊടുത്തിട്ടുണ്ട്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗ്ഗത്തിൽ അവർക്ക് പ്രവേശനം കൊടുക്കും. ഖാലിദീന ഫീഹാ, അവർ അവിടെ ശാശ്വതരാണ്. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറളു അൻഹു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അല്ലാഹുവിന്റെ പാർട്ടി. ഇത്രയും ഖുർആൻ പറയുമ്പോൾ, സ്വന്തം വാപ്പയാണെങ്കിലും സന്ധിയാകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, പാർട്ടിക്കാരോടും കൊടികളോടും മറ്റുള്ള ആളുകളുമായിട്ടും സംഘടനകളോടൊക്കെ ഒരു മുഅ്മിൻ എങ്ങനെ സന്ധിയാകാൻ കഴിയും?
അതുകൊണ്ട് തന്നെ ആദർശ ബന്ധത്തിനും ആദർശ കണിശതയ്ക്കും പ്രാധാന്യം കൊടുത്ത് വലിപ്പം കൊടുത്തുകൊണ്ട് നാം പ്രവർത്തിക്കണം.